ഞാൻ വിവാഹ ജീവിതത്തിൽ ഫെയിലിയറാണ്. അച്ഛനും അമ്മേനെയും സമാധാനത്തിൽ വളരെയധികം അസമാധാനത്തിൽ നയിച്ചിട്ടുള്ളത്. അനിയൻ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, അനിയത്തിമാർക്കുണ്ടായിട്ടുണ്ട്, സുഹൃത്തുക്കളൊക്കെ കുരിശുവിൽ കയറിയിട്ടുണ്ട്. മനസ്സിലായോ? യാതൊരു ഇപ്പൊ ഞാനുമായി അസോസിയേറ്റ് ചെയ്യുന്ന പടങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ടുണ്ട്, അതിന്റെ ആക്ടേഴ്സിന്, അതിന്റെ ടെക്നീഷ്യൻസിന്, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട് ഞാൻ കാരണം. അപ്പോ എപ്പോഴും അത് ഞാൻ പെർഫെക്റ്റ് അല്ല, ഞാൻ നല്ലതല്ല എപ്പോഴും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. സെൽഫ് ലവ് വേണ്ടേ ഷൈൻ? സെൽഫ് ലവ് ഉള്ളത് കൊണ്ടാണ് ഞാൻ അത് പറയുന്നത്. സെൽഫ് ലവ് കാരണം ഫൈൻ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം സ്നേഹിച്ചേ പറ്റൂ. നമ്മളെ എന്താണ് നമ്മുടെ പ്രശ്നം, നമ്മൾ പ്രശ്നമാണെന്ന് തിരിച്ചറിയണം. എന്നാലേ നമുക്ക് അതിനെ പരിഹരിക്കാൻ പറ്റുള്ളൂ. ഡോക്ടർക്കല്ലേ രോഗിയെ കൊണ്ട് ആവശ്യം, രോഗിക്ക് ഡോക്ടറെ കൊണ്ട് ആവശ്യം. അപ്പൊ ഡോക്ടർ ആവണമെങ്കിൽ രോഗം ഉണ്ടാവണം. രോഗം ഉണ്ടെങ്കിലാണ് ഡോക്ടർക്കും കാര്യമുള്ളൂ, ഡോക്ടറും ഉണ്ടാവുന്നുള്ളൂ. അതേപോലെ നമുക്ക് നല്ലതാവണമെങ്കിൽ നമ്മളുടെ മോശം നമുക്ക് കണ്ടെത്തണം, നമ്മൾ മോശമാണെന്ന് മനസ്സിലാക്കണം. എന്നാലേ നമുക്ക് ഫൈൻ ആവാൻ പറ്റുള്ളൂ. സ്വയം വിമർശനം. നമ്മള് നല്ലതാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിട്ട് ഇരിക്കാൻ പറ്റൂ. അതിന് മുകളിലേക്ക് കടക്കാൻ പറ്റില്ല. നമുക്ക് അതും പൊളിച്ച് പുറത്തേക്ക് വരണം, മുന്നോട്ട് വരണം. മനസ്സിലായ? നമ്മൾ ഒരു കംഫർട്ട് സോൺ ഉണ്ടാക്കി നമ്മൾ കംഫർട്ട് സ്പേസിൽ ഇരുന്നുകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് തീരെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമ്മൾ തന്നെ അതിനെ ബ്രേക്ക് ചെയ്യണം. നമ്മൾ തന്നെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം അത് ശരിയല്ല, ഞാൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കുന്നിടത്ത നമുക്ക് പുതിയൊരു നല്ലതിലേക്ക് കടക്കാൻ പറ്റുള്ളൂ.